ഹലോ. അപ്പം ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാട്ടാ. നമ്മുടെ ദക്ഷിണ കാശിയായ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാട്ടാ പോണത്. അപ്പം ഞാൻ എൻ്റെ രണ്ട് കൂട്ടുകാരികളുണ്ട്, മോനിഷയും ഹിമയും. അപ്പം ഹിമയുടെ ഹസ്ബൻഡും ഉണ്ട്, മോനിഷയുടെ ആങ്ങളെയും വേണ്ടിയിട്ടാ. അപ്പം ഞങ്ങൾ 5 പേരായിട്ടാണ് പോണത്. അപ്പം അവരുടെ വീട്ടിൽ നിന്നാണ് പോണത്. മോനിഷയുടെയൊക്കെ വീട്ടിൽ കൊങ്ങോർപ്പള്ളിയിൽ നിന്നാണ് പോണത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഞാൻ ദേ കൊങ്ങോർപ്പള്ളിക്ക് പോവുകയാണ് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ ദേ അവിടെ എത്തി, മോനീഷയുടെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവർ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായി. അവർ തന്നെ ചോറൊക്കെ റെഡിയാക്കി പൊതിച്ചോറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ എത്താറായപ്പോഴേക്കും ഞങ്ങൾ കഴിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങളത് പെട്രോൾ പമ്പിലൊന്ന് കയറി. അപ്പം ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഇറങ്ങിയത്. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളിത് പോകാൻ നിൽക്കണേണ്. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരികളായിട്ട് മോനീഷയും ഹിമയും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്രയായി. ഒരു വെളുപ്പിന് 4:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിതേ കൊട്ടിയൂർ എത്തിയിട്ടാണ്. അവിടെ എത്തിയപ്പോഴേക്കും മഴയുണ്ട് കേട്ടോ, അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് കണ്ടായിട്ടാണ് കേട്ടോ ഞങ്ങളിതേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ വെച്ച് തന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞങ്ങളിത് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയേക്കണേണ്. അപ്പോൾ ആ പുഴയിലാണ് കേട്ടോ കുളിക്കാൻ പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുളിച്ചിട്ട് ആ നനഞ്ഞ ഈറനോട് കൂടി തന്നെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറണത്. അപ്പോൾ അത് കുളിക്കാൻ വേണ്ടിയിട്ട് ആ പാല് നോക്കിയിട്ട് ആ പാലത്തിൽ കൂടി ഞങ്ങൾ നടന്ന് പോവുകയാണ്. അപ്പം ഈ വെള്ളം ഭയങ്കര കലക്കവെള്ളമായിരുന്നു കേട്ടോ. ഇവിടെ കാണാനുള്ളത് കലക്കവെള്ളമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് പുഴയിൽ കുളിക്കാൻ പോയ സ്ഥലത്ത് അങ്ങനെ വെള്ളം നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉരുളം കല്ലൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആണ് ഞങ്ങൾ കുളിക്കാൻ പോയത്. അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളം ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് മുങ്ങി കുളിക്കാനുള്ള വെള്ളമല്ല, എന്നാലും വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ നിന്നപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു. തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മേലെ വഴിപാടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറി നിൽക്കണം കേട്ടോ. അപ്പോൾ ദേ ഉണ്ണിയപ്പവും അവിടുത്തെ വഴിപാടാണ് ഉണ്ണിയപ്പം. അപ്പോൾ ദേ ഉണ്ണിയപ്പമൊക്കെ കിട്ടി, ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ച്. അപ്പോൾ ഹിമതേ ആടിയ നെയ്യ് കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ ആടിയ നെയ്യൊക്കെ മേടിച്ച് അവൾ പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോഴേക്കും ഞങ്ങൾ ഇനി വേറൊരു അമ്പലം കൂടി കയറാനുണ്ട്, തൊട്ടപ്പുറത്ത് ഇക്കരെ കൊട്ടിയൂർ കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. പോണ വഴിക്ക് ഞങ്ങൾ ഇതേ രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ ചെന്ന് തൊഴും. അപ്പോൾ ഇവിടുത്തെ വിഗ്രഹം തന്നെ ഉണ്ട് ശരിക്കും അപ്പുറത്ത് കൊണ്ട് വെച്ചേക്കണത്. എന്നാലും ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെയും കയറി തൊഴുന്നുണ്ട്. ഞങ്ങളിതേ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ തിരക്ക് കണ്ട അത്രയും തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളിതേ പെട്ടിക്കാരുടെ അടുത്തൊക്കെ ഒന്ന് കയറി പൊരി സാധനങ്ങളൊക്കെ നോക്കി. മാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പൊരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയേക്കണേണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഓടപ്പൂവ്. അപ്പോൾ അത് ശിവൻ്റെ മുടിയാണെന്നാണ് പറയണത്, ഐതിഹ്യം പറയണത്. എനിക്ക് ഒരുപാട് ഐതിഹ്യം എനിക്ക് അറിഞ്ഞൂടാ. അതെ, അപ്പോൾ ഇതാണ് കേട്ടോ ഓടപ്പൂവ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, തൂക്കിയിട്ടേക്കണ കാണാനായിട്ട്. അപ്പം ഞങ്ങളിത് അതൊക്കെ വാങ്ങിച്ച് പൊരിയൊക്കെ മേടിച്ച് ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ്, നനഞ്ഞിരിക്കണമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറി ഞങ്ങളിത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളടുത്തത് പോണത് തിരുനെല്ലിക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും തൊഴുത് കഴിഞ്ഞായിരുന്നു. അങ്ങനെ നേരെ ചായ കുടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. ഇതേ തിരുനെല്ലിയിൽ ഞങ്ങൾ അവിടെ എത്തി. അപ്പോഴേക്കും അവിടെയും തിരക്കുണ്ടാവും. അവിടെയും 12 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അതേ അമ്പലത്തിലേക്ക് കയറി. അവിടെ ചെന്നപ്പോഴേക്കും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൽ അധികം തിരക്കുണ്ടായില്ല, നന്നായിട്ട് തൊഴാൻ പറ്റിയത്. അന്നദാനത്തിൻ്റെ ക്യൂ ആണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ സമയം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളിത് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കണേണ്. അപ്പോൾ ഇവിടുത്തെ ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊന്നേരിയാണ് കേട്ടോ. കറികളൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചോറ് പച്ചരിച്ചോറ് പോലത്തെ ചോറായിരുന്നു. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഹിമയുടെ ചേച്ചി വയനാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടം വരെ പോയതാണ്. അപ്പോൾ അങ്ങനെ ചേച്ചിനെയൊക്കെ കണ്ട് ഞങ്ങളിതേ മടങ്ങുകയാണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ അതേ താമരശ്ശേരി ചുരം കയറുന്ന സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. വൈകുന്നേരം സമയമായത് കാരണം നല്ലോണം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അതേ കോടയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോഴേക്കും ഒരു കുരങ്ങച്ചെന്നത് അവിടെ വന്നിട്ടാണ്. ഞങ്ങൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തപ്പോഴേക്കും ഉണ്ടല്ലോ അത് വേഗം തന്നെ വന്ന് കഴിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേറെ വണ്ടികൾ വന്നായിരുന്നു. പുള്ളിക്കാരൻ അധികം നേരം അവിടെ ഇരിക്കാനും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ബ്ലോഗൊക്കെ മാറി ഞങ്ങളിതേ വീട്ടിലോട്ട് പോരുകയാണ്. അപ്പോൾ അതേ ഇവിടുത്തെ കോട കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്